Welcome to all. Surface Chemistry Section 2 Catalysis. ഈ ടോപ്പിക്കിലെ ഒന്നാമത്തെ ക്ലാസ് ആണിത്. ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ നോട്ട് ഓൺ കറ്റാലിസിസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറ്റാലിസിസ് ആണ്. ഇതിനെക്കുറിച്ച് പഠിച്ച സയൻറ്റിസ്റ്റ് ബെർസീലിയസ് ആണ്. ഇയർ 1835. ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. റിയാക്ഷൻസ് വിച്ച് ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് catalysts are known as catalysis. കാറ്റലിസ്റ്റിന്റെ സഹായത്തോടു കൂടി നടക്കുന്ന റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് കറ്റാലിസിസ്. റിയാക്ഷൻസ് വിച്ച് ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാറ്റലിസ്റ്റ്സ് ആർ നോൺ ആസ് കറ്റാലിസിസ്. അടുത്ത പോയിന്റ്. സബ്സ്റ്റാൻസസ് വിച്ച് ഓൾട്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക, മാറ്റുക. The rate of chemical reactions are known as catalysts. കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റേറ്റ് ഓൾട്ടർ ചെയ്യുന്ന, ചേഞ്ച് ചെയ്യുന്ന പദാർത്ഥങ്ങളെയാണ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ ജോലി കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റേറ്റ്, സ്പീഡ് വ്യത്യാസപ്പെടുത്തലാണ്. അടുത്ത പോയിന്റ്. കാറ്റലിസ്റ്സ് remain chemically and quantitatively unchanged after the reaction. റിയാക്ഷൻ കഴിഞ്ഞാലും കാറ്റലിസ്റ്റിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല. കെമിക്കലായിട്ട് യാതൊരു മാറ്റവും കാറ്റലിസ്റ്റിന് സംഭവിക്കില്ല. കാറ്റലിസ്റ്റിൻ്റെ അളവിലും മാറ്റം വരില്ല. അതായത് ക്വാണ്ടിറ്റേറ്റീവായിട്ട് യാതൊരു മാറ്റവും കാറ്റലിസ്റ്റിന് സംഭവിക്കില്ല. അതാണ് എഴുതിയിട്ടുള്ളത്. കാറ്റലിസ്റ്സ് റിമെയിൻ കെമിക്കലി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി അൺചേഞ്ച്ഡ് ആഫ്റ്റർ ദി റിയാക്ഷൻ. ഓക്കെ, ഇനി കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് നടക്കുന്ന ഒരു പ്രവർത്തനം നമുക്ക് പരിചയപ്പെടാം. ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം ക്ലോറേറ്റ് occurs in the temperature range of 653 Kelvin to 873 Kelvin. പൊട്ടാസ്യം ക്ലോറേറ്റ് വിഘടിക്കുന്നത് ഈ ടെമ്പറേച്ചർ റേഞ്ചിലാണ്. 653 കെൽവിൻ മുതൽ 873 കെൽവിൻ വരെയുള്ള ടെമ്പറേച്ചർ റേഞ്ചിലാണ്. താരതമ്യേന ഉയർന്ന ടെമ്പറേച്ചറാണ്. ഇനി ഈ പ്രവർത്തനം നമ്മൾ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നടത്തുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ കുറയും. നോക്കൂ, ഇൻ പ്രസൻസ് ഓഫ് എ ലിറ്റിൽ മാംഗനീസ് ഡയോക്സൈഡ്. ഇതാണ് കാറ്റലിസ്റ്റ്. മാംഗനീസ് ഡയോക്സൈഡ് ഒരു കറുത്ത പൊടിയാണ്, ബാറ്ററിയുടെ ഉള്ളിലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇൻ പ്രസൻസ് ഓഫ് എ ലിറ്റിൽ മാംഗനീസ് ഡയോക്സൈഡ് ദ ഡീകമ്പോസിഷൻ takes place at a lower temperature range 473 Kelvin to 633 Kelvin. അപ്പോൾ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു. പൊട്ടാസ്യം ക്ലോറേറ്റ് ഉയർന്ന ടെമ്പറേച്ചറിൽ ആണ് വിഘടിച്ചിരുന്നത്. മാംഗനീസ് ഡയോക്സൈഡിൻ്റെ പ്രസൻസിൽ ടെമ്പറേച്ചർ കുറഞ്ഞു. താഴ്ന്ന ടെമ്പറേച്ചറിൽ ഡീകമ്പോസിഷൻ സംഭവിക്കും. അപ്പോൾ കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സ് ആൻഡ് കാറ്റലിറ്റിക് പോയിസൺസ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സ് ആൻഡ് കാറ്റലിറ്റിക് പോയിസൺസ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം.
കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി കൂട്ടുന്ന പദാർത്ഥങ്ങളെയാണ് പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി കുറയ്ക്കുന്ന പദാർത്ഥങ്ങളെ പോയിസൺസ് എന്ന് വിളിക്കാം. കാറ്റലിറ്റിക് പോയിസൺസ്. അപ്പോൾ കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി കൂട്ടുന്ന പദാർത്ഥങ്ങൾ പ്രൊമോട്ടേഴ്സ്, കുറയ്ക്കുന്ന പദാർത്ഥങ്ങൾ പോയിസൺസ്. ഇനി ഇത് നോട്ട് എഴുതിയിരിക്കണം. Catalytic promoters are substances that enhance എന്ന് പറഞ്ഞാൽ increase, കൂട്ടുന്നു, വർദ്ധിപ്പിക്കുന്നു, the activity of a catalyst. അപ്പം കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്ന, ഇൻക്രീസ് ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സ്. കാറ്റലിസ്റ്റിൻ്റെ കാറ്റലിസ്റ്റാണ് പ്രൊമോട്ടർ അല്ലേ? കാറ്റലിസ്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് അങ്ങനെ പറയും. കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സ് ആർ സബ്സ്റ്റാൻസസ് ദാറ്റ് എൻഹാൻസ് ദ ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്. അപ്പൊ കാറ്റലിസ്റ്റിന്റെ കാറ്റലിസ്റ്റ് ആണ് പ്രൊമോട്ടർ. ഫോർ എക്സാമ്പിൾ പറയാം. ഇൻ ഹേബർ പ്രോസസ്. ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞാൽ അമോണിയ നിർമ്മിക്കുന്ന പ്രോസസ്സാണ്. മോളിബ്ഡിനം, എൻ്റെ സിമ്പൽ എം ആണ്. മോളിബ്ഡിനം. മോളിബ്ഡിനം ആക്ട്സ് ആസ് എ പ്രൊമോട്ടർ ഫോർ അയേൺ. അപ്പോൾ ഹേബർ പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് അയേൺ ആണ്, സ്പോഞ്ചി അയേൺ. ഇവിടുത്തെ പ്രൊമോട്ടർ ആരാണ്? മോളിബ്ഡിനം. അപ്പോൾ അയേണിൻ്റെ ആക്ടിവിറ്റി വർദ്ധിപ്പിക്കാനാണ് മോളിബ്ഡിനം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മോളിബ്ഡിനമാണ് എന്ത്? പ്രൊമോട്ടർ. ഇനി അടുത്തത്, catalytic poisons decrease the activity of a catalyst. കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി കുറയ്ക്കുന്നവരാണ് പോയിസൺസ്. ഒരു എക്സാമ്പിൾ നോക്കാം. ആഴ്സനിക് ഈസ് എ കാറ്റലിറ്റിക് പോയിസൺ ഫോർ പ്ലാറ്റിനം. അപ്പോൾ പ്ലാറ്റിനം എന്ന് പറയുന്ന കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി കുറയ്ക്കുന്ന പദാർത്ഥമാണ് ആഴ്സനിക്. അപ്പോൾ കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി കൂട്ടുന്ന പദാർത്ഥങ്ങളെ പ്രൊമോട്ടർ എന്ന്, കുറയ്ക്കുന്ന പദാർത്ഥങ്ങളെ പോയിസൺ എന്നും വിളിക്കും. ഓക്കെ, നോട്ട് എഴുതിയെടുക്കണം. അടുത്ത ചോദ്യം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോമോജീനിയസ് കറ്റാലിസിസ് ആൻഡ് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ഹോമോജീനിയസ് കറ്റാലിസിസും ഹെട്രോജീനിയസ് കറ്റാലിസിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വളരെ എളുപ്പമാണ് ഉത്തരം. നോക്കാം. ആദ്യം ഹോമോജീനിയസ് കറ്റാലിസിസ് നോക്കാം. When the reactants and catalysts are in the same phase, the process is known as homogeneous catalysis. ഇപ്പം റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും, പ്രൊഡക്റ്റ് നോക്കണ്ട, റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും ഒരു ഫേസിലാണെങ്കിൽ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് കറ്റാലിസിസ്. ഇപ്പം റിയാക്റ്റൻ്റ് ഗ്യാസ് ആണെങ്കിൽ കാറ്റലിസ്റ്റും ഗ്യാസ് ആണ്, ഒരേ ഫേസിലായിരിക്കണം. റിയാക്റ്റൻ്റ് ലിക്വിഡ് ആണെങ്കിൽ കാറ്റലിസ്റ്റും ലിക്വിഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഒരേ ഫേസ് ആവണം എന്ന് പറയുന്നത്. അപ്പം റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും ഒരേ ഫേസിലാണെങ്കിൽ ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന് വിളിക്കാം. വ്യത്യസ്ത ഫേസിലാണെങ്കിലോ ഹെട്രോജീനിയസ് കറ്റാലിസിസ്. അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ട്. ഹോമോജീനിയസ് കറ്റാലിസിസിന് ഉദാഹരണം നോക്കാം. SO2ഉം O2ഉം ചേർന്ന് SO3 ഉണ്ടാകുന്നു. SO2ഉം O2ഉം ചേർന്ന് SO3. ഇക്വേഷൻ ബാലൻസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. 2SO2 + O2 gives 2SO3. നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. റിയാക്റ്റന്റ് ഗ്യാസ് ആണ്, SO2 ഗ്യാസ് ആണ്, O2 ഗ്യാസ് ആണ്. കാറ്റലിസ്റ്റും ഗ്യാസ് ആണ്, NO നൈട്രിക് ഓക്സൈഡ്. അപ്പം റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും ഒരു ഫേസിലായതുകൊണ്ട് ഇത് ഏതിന് എക്സാമ്പിൾ ആണ്? ഹോമോജീനിയസ് കറ്റാലിസിസ് ആണ്. പ്രൊഡക്റ്റ് നോക്കണ്ട, റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും മാത്രം നോക്കിയാൽ മതി. അടുത്ത റിയാക്ഷൻ ഇതൊക്കെ 10 തവണ എഴുതി പഠിക്കണം. അടുത്ത റിയാക്ഷൻ ഇതൊരു എസ്റ്റർ ആണ്. എസ്റ്റർ മീഥൈൽ അസറ്റേറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേര് മീഥൈൽ അസറ്റേറ്റ് എന്നാണ്. പേര് എഴുതണമെങ്കിൽ എഴുതാം, മീഥൈൽ അസറ്റേറ്റ്. വേറൊരു പേരുണ്ട്,
methyl ethanoate, methyl ethanoate, CH3CO OCH3, methyl acetate അല്ലെങ്കിൽ methyl ethanoate. ഇത് ലിക്വിഡാണ്. വാട്ടർ എന്നുള്ളതും ലിക്വിഡാണ്. കാറ്റലിസ്റ്റും ലിക്വിഡാണ്. കണ്ടോ, റിയാക്റ്റന്റും കാറ്റലിസ്റ്റും ഒരേ ഫേസിലാണ്. അതുകൊണ്ട് ഹോമോജീനിയസ് കറ്റാലിസിസ് ആണ്. പ്രൊഡക്റ്റ് കിട്ടുന്നത് അസറ്റിക് ആസിഡും മെത്തനോൾ ആണത്. മെത്തനോൾ CH3OH മെത്തനോൾ. ഇത് അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ് എന്ന് പറയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, റിയാക്റ്റന്റും കാറ്റലിസ്റ്റും ഒരു ഫേസിലാണോ അത് ഹോമോജീനിയസ് കറ്റാലിസിസ് ആണ്. 1-2 എക്സാമ്പിൾ പഠിച്ചു വെക്കണം. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇതാണ് സുക്രോസ് C12H22O11, കരിമ്പിൻ പഞ്ചസാര. ഇത് ലിക്വിഡാണ്. ലിക്വിഡ് ഫോമിലാണ് നമ്മൾ എടുക്കുന്നത്. വെള്ളം ലിക്വിഡാണ്. സൾഫ്യൂരിക് ആസിഡ് ആണ് കാറ്റലിസ്റ്റ്, അതും ലിക്വിഡാണ്. ഉണ്ടോ? അപ്പൊ റിയാക്റ്റന്റും കാറ്റലിസ്റ്റും ഒരു ഫേസിലാണ്. അപ്പൊ ഏതിന് എക്സാമ്പിൾ ആണ്? ഹോമോജീനിയസ് കറ്റാലിസിസ് ആണ്. കിട്ടുന്ന പ്രൊഡക്റ്റ് ഗ്ലൂക്കോസും ഫ്രക്ടോസുമാണ്. രണ്ടിനും സെയിം ഫോർമുലയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച പോയിന്റ് എന്താണ്? റിയാക്റ്റന്റും കാറ്റലിസ്റ്റും ഒരു ഫേസിലാണോ അത് ഹോമോജീനിയസ് കറ്റാലിസിസ് ആണ്. 2-3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണമെങ്കിലും പഠിക്കണം. ഓക്കെ, ഹെട്രോജീനിയസ് കറ്റാലിസിസ്, റിയാക്റ്റന്റും കാറ്റലിസ്റ്റും ഡിഫറെന്റ് ഫേസിലാണെങ്കിൽ വിളിക്കുന്ന പേരാണ് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. When the reactants and catalysts are in the different phase, the process is known as heterogeneous catalysis. എക്സാമ്പിൾ നോക്കിക്കോളൂ. SO2 ഗ്യാസ് ആണ്. ഓക്കെ, O2 ഗ്യാസ് ആണ്. കാറ്റലിസ്റ്റ് സോളിഡ് ആണ്. കണ്ടോ, പ്ലാറ്റിനം സോളിഡ് ആണ്. രണ്ടും രണ്ട് ജാതിയാണ്. ഇവൻ ഗ്യാസ്, ഇവൻ സോളിഡ്, രണ്ട് ഫേസിലാണ്. അപ്പൊ ഹെട്രോജീനിയസ് ആണ്. ഇക്വേഷൻ പഠിക്കണം. ഓക്കെ, അമോണിയ നിർമ്മാണം, ഹേബർ പ്രോസസ്. ഉണ്ടോ, നൈട്രജൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. കാറ്റലിസ്റ്റ് ഇരുമ്പാണ്, ഇരുമ്പ് സോളിഡാണ്. ഇവിടെ ഗ്യാസ്, ഇവിടെ സോളിഡ്. അപ്പൊ റിയാക്റ്റന്റും കാറ്റലിസ്റ്റും ഡിഫറെന്റ് ഫേസിലാണ്. അപ്പൊ ഹേബർ പ്രോസസ് ഏതിന് എക്സാമ്പിൾ ആണ്? ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ NH3 ഗ്യാസ്, O2 ഗ്യാസ് ആണ്. കാറ്റലിസ്റ്റ് സോളിഡ് ആണ്. അമോണിയ എന്നുള്ളതിന്റെ ഓക്സിഡേഷൻ. കിട്ടുന്ന പ്രൊഡക്റ്റ് നൈട്രിക് ഓക്സൈഡ്, പിന്നെ വാട്ടർ. ഇക്വേഷൻ ബാലൻസഡ് ആണ്, അങ്ങനെ പഠിക്കണം. അടുത്ത എക്സാമ്പിൾ, ഓയിലിലേക്ക് ഹൈഡ്രജൻ ചേർത്താൽ നമുക്ക് വനസ്പതി കിട്ടും. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓയിലുകളിലേക്ക് ഹൈഡ്രജൻ ചേർത്താൽ വനസ്പതി കിട്ടും. അപ്പോൾ ഓയിൽ ലിക്വിഡാണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്, കാറ്റലിസ്റ്റ് സോളിഡ് ആണ്. അപ്പൊ റിയാക്റ്റന്റും കാറ്റലിസ്റ്റും ഡിഫറെന്റ് ഫേസിലാണ്. അതുകൊണ്ട് ഇത് ഏതിന് എക്സാമ്പിൾ ആണ്? ഹെട്രോജീനിയസ് കറ്റാലിസിസ് ആണ്. ഇതിനെ ഹൈഡ്രോജനേഷൻ എന്ന് വിളിക്കാം. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈഡ്രോജനേഷൻ. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതാം, ഹൈഡ്രോജനേഷൻ. അപ്പോൾ ഓയിലുകളിലേക്ക് ഹൈഡ്രജൻ ചേർക്കുന്നത് നിക്കലിന്റെ പ്രസൻസിലാണ്. ഇത് ഹെട്രോജീനിയസ് കറ്റാലിസിസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഹോമോജീനിയസ് കറ്റാലിസിസും ഹെട്രോജീനിയസ് കറ്റാലിസിസും നമ്മൾ കണ്ടു. അതിന്റെ എക്സാമ്പിൾസ് നന്നായിട്ട് നോക്കി വയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് ദ അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ഹെട്രോജീനിയസ് കറ്റാലിസിസിന്റെ അഡ്സോർപ്ഷൻ തിയറി എന്താണ്? ഈ കാറ്റാലിസിസിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തത്വം അഡ്സോർപ്ഷനാണ്. ഇപ്പൊ 2-3 തിയറികളുണ്ട്, വളരെ എളുപ്പമാണ്, നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ അഡ്സോർപ്ഷൻ തിയറി ചർച്ച ചെയ്യുക. ഹെട്രോജീനിയസ് കറ്റാലിസിസിന്റെ ഓൾഡ് തിയറിയാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. അഡ്സോർപ്ഷൻ തിയറി ഓഫ് കറ്റാലിസിസ്, ഓൾഡ് തിയറി. ഇപ്പോൾ ചെറിയ ചേഞ്ച് ഉണ്ട്, അത് പിന്നീട് പറയാം. അടുത്ത പോയിന്റ് നോക്കൂ. ദ റിയാക്റ്റൻസ് ആർ അഡ്സോർബ്ഡ് ഓൺ ദി സർഫേസ് ഓഫ് സോളിഡ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിന്റെ മേലെ റിയാക്റ്റൻസ് അഡ്സോർബ് ചെയ്യപ്പെടും. ഇങ്ങനെ കാറ്റലിസ്റ്റിന്റെ മേലെ റിയാക്റ്റൻസ് വന്നാൽ റിയാക്റ്റൻസിന്റെ അളവ്, അതായത് കോൺസെൻട്രേഷൻ കൂടും.
റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റിയാക്ഷന്റെ റേറ്റ് കൂടും, വേഗത കൂടും. ഇതാണ് അഡ്സോർപ്ഷൻ തിയറി. അപ്പോൾ ദ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ഓൺ ദ സർഫേസ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ സോളിഡിന്റെ മേലെ റിയാക്റ്റൻസ് വരും. റിയാക്റ്റൻസിന്റെ അളവ് കൂടുമ്പോൾ, അല്ലെ, ഒരുപാട് റിയാക്റ്റൻസ് വരുമ്പോൾ റിയാക്ഷന്റെ റേറ്റ് കൂടും. ഒരു ഗുണവും കൂടിയുണ്ട്. അഡ്സോർഷൻ നടക്കുമ്പോൾ ചൂട് പുറത്തേക്ക് വിടും, അതായത് എക്സോതെർമിക് പ്രോസസ്സാണ്. ആ ചൂട് എന്തിനു വേണ്ടി ഉപയോഗിക്കും? റിയാക്ഷന്റെ റേറ്റ് കൂട്ടാൻ ഉപയോഗിക്കും. റിയാക്ഷന്റെ റേറ്റ് കൂട്ടാൻ ടെമ്പറേച്ചർ ആവശ്യമാണ്. അപ്പൊ അഡ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചൂട് റിയാക്ഷന്റെ റേറ്റ് കൂട്ടാൻ ഉപയോഗിക്കും. അഡ്സോർപ്ഷൻ ബീയിങ് ആൻ എക്സോതെർമിക് പ്രോസസ്, the heat of adsorption is utilized in enhancing the rate of reaction. അപ്പോൾ ഓൾഡ് തിയറി വളരെ എളുപ്പമാണ്. എന്താണ്? കാറ്റലിസ്റ്റിന്റെ മേലേക്ക് റിയാക്റ്റൻസ് വരുന്നു. റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റിയാക്ഷന്റെ റേറ്റ് കൂടുന്നു. റേറ്റ് കൂടാൻ മറ്റൊരു കാര്യം കൂടെ സഹായിക്കും. എന്താ മറ്റൊരു കാര്യം? അഡ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ചൂട് റിയാക്ഷന്റെ റേറ്റ് കൂട്ടാൻ സഹായിക്കും. ഇതാണ് ഓൾഡ് തിയറി. 1-2 തവണ ഇത് വായിക്കുക, എളുപ്പമാണ്. ഇനി മറ്റൊരു തിയറി ഉണ്ട്. അഡ്സോർപ്ഷനെ സംബന്ധിച്ച് മറ്റൊരു തിയറി ഉണ്ട്. ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി എന്നാണ് പേര്. എന്താണ് പേര്? ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി. അതെന്താണെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. The reactants combine to form intermediates from which products are formed. റിയാക്റ്റൻസ് ആദ്യം ഇന്റർമീഡിയറ്റ് ആയിട്ട് മാറും. ആ ഇന്റർമീഡിയറ്റിൽ നിന്നാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഈ തിയറിയെ വിളിക്കുന്ന പേരാണ് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി. ഓക്കെ, ഇനി ഈ പഴയ തിയറിയും ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറിയും കൂട്ടിക്കലർത്തി പുതിയൊരു തിയറി ഉണ്ടാക്കി. അതാണ് മോഡേൺ അഡ്സോർപ്ഷൻ തിയറി. ചോദിച്ചാൽ നമ്മൾ ഇതാണ് എഴുതേണ്ടത്. അപ്പോൾ മോഡേൺ അഡ്സോർപ്ഷൻ തിയറി ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾഡ് അഡ്സോർപ്ഷൻ തിയറി ആൻഡ് ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി. മേൽപ്പറഞ്ഞ 2 തിയറികളും കൂട്ടിച്ചേർത്താണ് ഈ പുതിയ അഡ്സോർപ്ഷൻ തിയറി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. മെക്കാനിസം എങ്ങനെയാണ് നടക്കുന്നത്? നമുക്കൊരു ചിത്രം കാണാം, അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവും. ഇതാണ് കാറ്റലിസ്റ്റ്. ഈ കാണിച്ചിരിക്കുന്നതാണ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിന്റെ സർഫേസ് ആണ് ഹാവിങ് ഫ്രീ വാലൻസീസ്. അത് കേട്ട് പേടിക്കുന്നു വേണ്ട. ഈ കാറ്റലിസ്റ്റിന്റെ മേലെ ചെറിയ സുഷിരങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാലും മതി. പോർസ്, ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളിലേക്കാണ് റിയാക്റ്റൻസിനെ അഡ്സോർബ് ചെയ്യുന്നത്. അതാണ് ഫ്രീ വാലൻസീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഇതാണ് കാറ്റലിസ്റ്റ്, ഇതാണ് റിയാക്റ്റൻസ്. എയും ഉണ്ട്, ബിയും ഉണ്ട്. എ എന്ന് പറയുന്ന റിയാക്റ്റന്റിനെയും ബി എന്ന് പറയുന്ന റിയാക്റ്റന്റിനെയും കാറ്റലിസ്റ്റ് അഡ്സോർബ് ചെയ്തു. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത് റിയാക്റ്റൻസ് കാറ്റലിസ്റ്റിന്റെ മേലേക്ക് ഡിഫ്യൂസ് ചെയ്യും. എന്താ നമുക്ക് ഡിഫ്യൂസ്? The reactants diffuse to the surface of the catalyst. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് പറയൂ? The reactants diffuse to the surface of catalyst. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? The reactants get adsorbed. ഉണ്ടോ? റിയാക്റ്റൻസ് അഡ്സോർബ് ചെയ്യപ്പെട്ടു. എവിടെ? On the surface of the catalyst. അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക? ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. ആ ഇന്റർമീഡിയറ്റ് ഈസ് ഫോംഡ്. റിയാക്റ്റൻസും കാറ്റലിസ്റ്റും എല്ലാം കൂടിച്ചേർന്ന് ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. അതിൻ്റെ ഒരു പ്രതീകം ഇങ്ങനെയാണ്. എയും ബിയും തമ്മിൽ കണക്ഷൻ കൊടുത്തു. ഇതാണ് ഇന്റർമീഡിയറ്റ്. ഓക്കെ, ഇതിൽ നിന്നാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. എന്താണ് പ്രൊഡക്റ്റ്? എയും ബിയും കൂടിച്ചേർന്നു. അതാണ് എ ബി. എ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടായി. കാറ്റലിസ്റ്റ് പഴയ പോലെ തിരിച്ചു കിട്ടി, ഒരു മാറ്റവുമില്ല.
പ്രൊഡക്റ്റ് ഫോം ചെയ്തു, ഇന്റർമീഡിയറ്റിൽ നിന്നും പ്രൊഡക്റ്റ് ഫോം ചെയ്തു അല്ലേ. കാറ്റലിസ്റ്റ് പഴയ പോലെ തിരിച്ചു കിട്ടി. ഇനി പ്രൊഡക്റ്റ് കാറ്റലിസ്റ്റിന്റെ മേലെ നിന്നും വേർപെട്ട് പോകും. പ്രൊഡക്റ്റ് കാറ്റലിസ്റ്റിന്റെ മേലെ നിന്നും വേർപെട്ട് പോകും. ഡിസോർപ്ഷൻ എന്ന് വിളിക്കാം. ഡിസോർപ്ഷൻ, അഡിസോർപ്ഷന്റെ വിപരീതം. ഇതൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്പ്. പെട്ടെന്ന് ആലോചിക്കാൻ നമുക്ക് അല്ലേ, ഒരു തമാശ പോലെ ഒരു കാര്യം പറയാം. ദോശ ഉണ്ടാക്കുന്ന കാര്യം ആലോചിച്ചാൽ ഇതിന് മെക്കാനിസം കിട്ടും. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ദോശക്കല്ലാണെന്ന് കരുതുക. ഓക്കെ, ഇതാണ് കാറ്റലിസ്റ്റ്, ദോശക്കല്ല്. ഇതിലേക്ക് വരുന്ന റിയാക്റ്റൻസ് ദോശമാവാണ് അല്ലെ, അരിമാവാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ അരിമാവ് ദോശക്കല്ലിന്റെ മേലേക്ക് ചെല്ലുന്നു, ഡിഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ദോശക്കല്ല് അല്ലേ അരിമാവിനെ താങ്ങി നിർത്തുന്നു. അതാണ് അഡ്സോർഷൻ എന്ന് കരുതുക. ഓക്കെ, അഡ്സോർഷൻ നടന്നു. അടുത്ത സ്റ്റെപ്പിൽ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ എന്താണ് അല്ലേ, ദോശ വേവാൻ തുടങ്ങിയാണ്. ദോശമാവ് എന്നുള്ള അവസ്ഥ കഴിയുകയും ചെയ്തു, ദോശ ആയിട്ടുമില്ല, രണ്ടും കെട്ട അവസ്ഥയാണ് അല്ലേ, പകുതി വെന്തത്. അതാണ് ഇന്റർമീഡിയറ്റ്. ഇതിൽ നിന്നാണ് പിന്നെ ദോശ ഉണ്ടാവുന്നത്. കണ്ടോ, ദോശ ഉണ്ടായി, ദോശച്ചട്ടി അതുപോലെ തന്നെയുണ്ട്, യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കെമിക്കൽ ചേഞ്ചും ഇല്ല, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചും ഇല്ല. പിന്നെ ദോശ നമ്മൾ ദോശക്കല്ലിൻ്റെ മേലെ നിന്ന് എടുക്കുന്നു. അപ്പോൾ ഒരു ദോശ ഉണ്ടാക്കുന്ന കഥ ആലോചിച്ചാൽ ഈ മെക്കാനിസം വളരെ എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, ഇനി ഇതിലെ പോയിന്റ്സ് ഞാൻ പറഞ്ഞത് എഴുതിയിട്ടുണ്ട്, അത് നോട്ട് ചെയ്തെടുക്കാം. ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണ്, ഡിഫ്യൂഷൻ ഓഫ് റിയാക്റ്റൻസ് ടു ദ സർഫേസ് ഓഫ് ദ കാറ്റലിസ്റ്റ്. റിയാക്റ്റൻസ് കാറ്റലിസ്റ്റിന്റെ മേലേക്ക് വരുന്നു, അരിമാവ് ദോശക്കല്ലിലേക്ക് ചെല്ലുന്നു. ഓക്കെ. അടുത്ത സ്റ്റെപ്പിൽ എന്താണ്, അഡ്സോർപ്ഷൻ ഓഫ് റിയാക്റ്റന്റ് മോളിക്യൂൾസ് ഓൺ ദി സർഫേസ് ഓഫ് ദി കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിന്റെ മേലെ റിയാക്റ്റന്റ് മോളിക്യൂൾസ് ഗെറ്റ് അഡ്സോർബ്ഡ്. ദോശക്കല്ല് അരിമാവിനെ താങ്ങി നിർത്തുന്നു, അങ്ങനെ കരുതിയാൽ മതി. അടുത്ത സ്റ്റെപ്പിൽ എന്താണ്, occurrence of chemical reaction on the catalyst surface through formation of an intermediate. ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുക. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു കാറ്റലിസ്റ്റിന്റെ സർഫേസിൽ, അങ്ങനെ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തു അല്ലേ, ദോശ ഉണ്ടാവാൻ തുടങ്ങിയ. അരിമാവ് എന്നുള്ള സ്റ്റേജ് വിട്ടു, ദോശ ആയിട്ടുമില്ല, വെന്തുകൊണ്ടിരിക്കുകയാണ്, ഇന്റർമീഡിയറ്റ്. അടുത്തത് പ്രൊഡക്റ്റ് ഫോം ചെയ്തു അല്ലേ, ദോശ ഉണ്ടായി. ഈ ഉണ്ടായ പ്രൊഡക്റ്റ് കാറ്റലിസ്റ്റിന്റെ മേലെ നിന്നും വേർപെടണം, അതിനാണ് ഡിസോർപ്ഷൻ എന്ന് വിളിക്കുക. ഡിസോർപ്ഷൻ ഓഫ് റിയാക്ഷൻ പ്രൊഡക്ട്സ് ഫ്രം ദി കാറ്റലിസ്റ്റ് സർഫേസ്, ഇതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ആൻഡ് ദെയർബൈ മേക്കിംഗ് ദ സർഫേസ് അവൈലബിൾ അഗെയിൻ ഫോർ മോർ റിയാക്ഷൻ ടു ഒക്കർ. അങ്ങനെ റിയാക്ഷൻ പ്രൊഡക്ട്സ് കാറ്റലിസ്റ്റിന്റെ സർഫേസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നു അല്ലേ, ദോശ സ്വതന്ത്രമായി എന്നർത്ഥം. ഡിസോർപ്ഷൻ ഓഫ് റിയാക്ഷൻ പ്രൊഡക്ട്സ് ഫ്രം ദി കാറ്റലിസ്റ്റ് സർഫേസ് ആൻഡ് ദെയർബൈ മേക്കിംഗ് ദ സർഫേസ് അവൈലബിൾ അഗെയിൻ ഫോർ മോർ റിയാക്ഷൻ ടു ഒക്കർ. അപ്പോൾ കാറ്റലിസ്റ്റ് ഫ്രീ ആയി, കാരണം പ്രൊഡക്റ്റ് ഫോം ചെയ്തു. ഇനി നമ്മൾ ആ പ്രൊഡക്റ്റിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ആ ദോശക്കല്ലിന്റെ മേലെ നിന്നും ദോശ നമ്മൾ മാറ്റുന്നു. അതുപോലെ ഡിഫ്യൂഷൻ ഓഫ് റിയാക്ഷൻ പ്രൊഡക്ട്സ് എവേ ഫ്രം ദി കാറ്റലിസ്റ്റ് സർഫേസ്. അങ്ങനെ കാറ്റലിസ്റ്റിന്റെ സർഫേസിൽ നിന്നും പ്രൊഡക്റ്റിനെ നമ്മൾ മാറ്റുകയാണ്, അതാണ് ഡിഫ്യൂഷൻ. ഇതൊക്കെയാണ് മോഡേൺ അഡ്സോർപ്ഷൻ തിയറിയിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ അല്ലേ. ഒന്നുകൂടെ പറയാം, എന്താണ്, റിയാക്റ്റൻസ് കാറ്റലിസ്റ്റിന്റെ മേലേക്ക് വരുന്നു. രണ്ടെന്താണ്, റിയാക്റ്റൻസ് കാറ്റലിസ്റ്റിന്റെ മേലെ അഡ്സോർബ് ചെയ്യപ്പെടുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. നാലാമത്തെ സ്റ്റെപ്പിൽ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു, ആ പ്രൊഡക്റ്റും കാറ്റലിസ്റ്റും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റ് കാറ്റലിസ്റ്റിന്റെ മേലെ നിന്നും ദൂരേക്ക് പോകുന്നു. ഈ നോട്ട് എഴുതിയെടുക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ഹെട്രോജീനിയസ് കറ്റാലിസിസിന്റെ മെക്കാനിസം. ഓക്കെ, ഒന്ന് രണ്ട്
നോട്ടുകൾ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികൾ ഇതൊന്ന് വായിക്കുക, അത്രയും വേണ്ടു. 1-2 അധിക പോയിന്റുകളാണ്. The theory explains why the catalyst remains unchanged in mass and chemical composition at the end of the reaction and is effective even in small quantities. അപ്പൊ കാറ്റലിസ്റ്റിന് എന്തുകൊണ്ട് ചേഞ്ച് വരുന്നില്ല എന്ന കാര്യം വിശദീകരിക്കാൻ ഈ തിയറിക്ക് പറ്റിയിട്ടുണ്ട്. വളരെ കുറച്ച് കാറ്റലിസ്റ്റ് ആണെങ്കിലും റിയാക്ഷൻ നടക്കും. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ഈ തിയറിക്ക് പറ്റും. ഇതൊന്ന് വായിച്ചിരിക്കുക, അത്രേ വേണ്ടു. The theory does not explain the action of catalytic promoters and catalytic poisons. പക്ഷേ ഈ തിയറിക്ക് എന്ത് പറയാൻ കഴിയില്ല? പ്രൊമോട്ടേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, പോയിസൺസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വിശദീകരിക്കാൻ ഈ തിയറിക്ക് കഴിയില്ല. അപ്പോൾ താല്പര്യമുള്ളവർ ഇതൊന്ന് വെറുതെ വായിച്ചു നോക്കുക, ഈ സ്പെഷ്യലായി പറഞ്ഞ കാര്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Give the important features of solid catalyst. സോളിഡ് കാറ്റലിസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മുഖമുദ്രകൾ അല്ലേ? സോളിഡ് കാറ്റലിസ്റ്റിന്റെ 2 പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 2 പ്രത്യേകതകളാണ്. ഒന്ന് ആക്ടിവിറ്റി, മറ്റൊന്ന് സെലക്ടിവിറ്റി. ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ സോളിഡ് കാറ്റലിസ്റ്റിന്റെ പ്രധാനപ്പെട്ട 2 ഫീച്ചേഴ്സാണ്. ഒന്ന് ആക്ടിവിറ്റി, മറ്റൊന്ന് സെലക്ടിവിറ്റി. ആദ്യം ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഒരു കാറ്റലിസ്റ്റിന് വർക്ക് ചെയ്യാൻ കഴിയും. അതിനെ വിളിക്കുന്ന പേരാണ് ആക്ടിവിറ്റി. ജോലി ചെയ്യാനുള്ള കഴിവ്, അത്രയേ ഉള്ളൂ. The ability of a catalyst to function is known as activity. The ability of a catalyst to function is known as activity. ഒരു എക്സാമ്പിൾ നോക്കാം. ഹൈഡ്രജനും ഓക്സിജനും പ്രവർത്തിച്ച് ജലമുണ്ടാകുന്നു. ഇതിനെ സഹായിച്ചത് പ്ലാറ്റിനമാണ്. അപ്പോൾ പ്ലാറ്റിനം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. 1-2 അധിക പോയിന്റുകളുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് നോക്കാം. ഒന്ന് വായിച്ചു തരാം. ഓക്കെ. The activity of a catalyst depends on the strength of the chemisorption to a large extent. കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കെമിസോർപ്ഷന്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതെന്താണെന്ന് പറയാം. റിയാക്ടൻസ് കാറ്റലിസ്റ്റിന്റെ മേലെ സ്ട്രോങ് ആയി അഡ്സോർബ് ചെയ്താൽ അവർക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആക്ടിവിറ്റി കുറയും. അപ്പോൾ കാറ്റലിസ്റ്റ് റിയാക്ടൻസിനെ വളരെ സ്ട്രോങ് ആയിട്ട് അഡ്സോർബ് ചെയ്യുന്നു. വളരെ സ്ട്രോങ് ആയി അഡ്സോർബ് ചെയ്താൽ കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി കുറയും. കാരണം ആ റിയാക്ടൻസ് ആ സ്ഥലത്തു നിന്ന് പോവില്ല, റിയാക്ട് ചെയ്ത് പോവില്ല. അപ്പോൾ കൂടുതൽ റിയാക്ഷൻ നടക്കില്ല. കാരണം ആദ്യം വലിച്ചെടുത്ത റിയാക്ടൻസ് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത റിയാക്ടൻസിനെ അഡ്സോർബ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ ആദ്യം അഡ്സോർബ് ചെയ്ത ആൾക്കാർ പ്രവർത്തിച്ച് പോകണം. വളരെ ശക്തമായി അഡ്സോർബ് ചെയ്താൽ പിന്നീട് വരുന്ന റിയാക്ടൻസിനെ അഡ്സോർബ് ചെയ്യാൻ കഴിയില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല, ഒന്ന് അറിഞ്ഞിരിക്കാന്ന് മാത്രം. അപ്പോൾ കെമിസോർപ്ഷന്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ദ റിയാക്ടൻസ് ഷുഡ് നോട്ട് ബി അഡ്സോർബ്ഡ് വെരി സ്ട്രോങ്ലി. റിയാക്ടൻസിനെ വളരെ സ്ട്രോങ് ആയിട്ട് അഡ്സോർബ് ചെയ്യാൻ പാടില്ല കാറ്റലിസ്റ്റ്. ഇഫ് ഇറ്റ് ഈസ് സോ, ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് അഡ്സോർബ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതർ റിയാക്ടൻസ് ആർ ലെഫ്റ്റ് വിത്ത് നോ സ്പേസ് ഓൺ ദ കാറ്റലിസ്റ്റ് സർഫേസ് ഫോർ അഡ്സോർപ്ഷൻ. മറ്റുള്ള റിയാക്ടൻസിന് കാറ്റലിസ്റ്റിന്റെ മേലേക്ക് വരാൻ കഴിയില്ല, അതായത് അഡ്സോർബ് ചെയ്യാൻ കഴിയില്ല. മറ്റൊരു കുഴപ്പം കൂടിയുണ്ട്. ഇഫ് ദ അഡ്സോർപ്ഷൻ ഈസ് വെരി സ്ട്രോങ്, ദ റിയാക്ടൻസ് വിൽ ബി ഇമ്മൊബൈലൈസ്ഡ്. അതായത് അഡ്സോർപ്ഷൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ റിയാക്ടൻസിന് ചലിക്കാൻ കഴിയില്ല, മൊബിലിറ്റി കുറയും. അതാണ് ഉദ്ദേശം. അപ്പം അതുകൊണ്ട് ഈ ആക്ടിവിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യും? കെമിസോർപ്ഷന്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. അടുത്തൊരു നോട്ട്. ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നമ്മൾ നേരത്തെ കണ്ടു. ഓയിലുകളിലേക്ക് ഹൈഡ്രജൻ ചേർത്ത വനസ്പതി ഉണ്ടാക്കുന്ന രീതി. ഇതിൽ കാറ്റലിറ്റിക് ആക്ടിവിറ്റി സാധാരണ കാണിക്കുന്നത് പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 5 മുതൽ 11 വരെയുള്ള മെറ്റൽസാണ്. ഗ്രൂപ്പ് 5 മുതൽ 11 വരെ
ഉള്ള മെറ്റൽസിൽ ആക്ടിവിറ്റി ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഈ ഗ്രൂപ്പ് 5 മുതൽ 11 വരെയുള്ള മെറ്റൽസ് ആണ് സാധാരണ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. മാക്സിമം ആക്ടിവിറ്റി കാണുന്നത് 7 മുതൽ 9 വരെയുള്ള ഗ്രൂപ്പിലാണ്. മാക്സിമം ആക്ടിവിറ്റി, അതായത് കാറ്റലിറ്റിക് ആക്ടിവിറ്റി കൂടുതൽ കാണിക്കുന്ന ഗ്രൂപ്പ് 7 മുതൽ 9 വരെയുള്ള ഗ്രൂപ്പാണ്. ഇത് കേട്ടിരുന്നാൽ മതി, ഒരു അധിക വായനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ആക്ടിവിറ്റി എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. ഒരു എക്സാമ്പിൾ. ഇനി സെലക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. The selectivity of a catalyst is its ability to direct a reaction to yield a particular product. ഒരു പ്രത്യേക കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ ഒരു പ്രത്യേക പ്രൊഡക്റ്റ് കിട്ടും, അല്ലേ? ഒരു പ്രത്യേക കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ ഒരു പ്രത്യേക പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് ലീഡ് ചെയ്യാനുള്ള കാറ്റലിസ്റ്റിന്റെ കഴിവാണ് സെലക്ടിവിറ്റി. ഒരു പ്രത്യേക പ്രൊഡക്റ്റ് കിട്ടാൻ ഒരു പ്രത്യേക കാറ്റലിസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് ആ റിയാക്ഷനെ ലീഡ് ചെയ്യാൻ കാറ്റലിസ്റ്റിന് കഴിവുണ്ട്. ഈ കഴിവിനെ വിളിക്കുന്ന പേരാണ് സെലക്ടിവിറ്റി. എക്സാമ്പിൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. നോക്കൂ, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ് ഈ 3 റിയാക്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, ഇവിടെയും അതെ, ഇവിടെയും അതെ. നോക്കൂ, നിക്കൽ ഉപയോഗിച്ചാൽ കിട്ടുന്നത് മീഥേനാണ്. ഉണ്ടോ? നിക്കൽ ഉപയോഗിച്ചാൽ മീഥേനാണ്. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് പോയത്. നിക്കൽ ഉപയോഗിച്ചാൽ മീഥേനാണ് കിട്ടുക. മറിച്ച് കോപ്പറും സിങ്ക് ഓക്സൈഡും ക്രോമിയം ഓക്സൈഡും ഉപയോഗിച്ചാൽ മെത്തനോൾ കിട്ടി. അപ്പൊ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും മീഥേൻ ആവണോ മെത്തനോൾ ആവണോ എന്ന് തീരുമാനിക്കുന്നത് കാറ്റലിസ്റ്റ് ആണ്. അവരുടെ സെലക്ടിവിറ്റിയാണ് തീരുമാനിക്കുന്നത്. കോപ്പർ ഉപയോഗിച്ചാൽ എന്താ കിട്ടുക? മെത്തനാൽ. എൻ്റെ പേരാണ് മെത്തനാൽ, HCHO, മെത്തനാൽ. ഫോർമാൽഡിഹൈഡ് എന്നുള്ളൊരു പേരുണ്ട്, ഫോർമാൽഡിഹൈഡ്. അപ്പോൾ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് റിയാക്ഷനെ ലീഡ് ചെയ്യാനുള്ള കഴിവിനെയാണ് സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും മീഥേൻ ആവണോ മെത്തനോൾ ആവണോ ഫോർമാൽഡിഹൈഡ് ആവണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കാറ്റലിസ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് സെലക്ടിവിറ്റി എന്ന് പറയുക. സോളിഡ് കാറ്റലിസ്റ്റിന്റെ 2 പ്രത്യേകതകളാണ് ആക്ടിവിറ്റിയും സെലക്ടിവിറ്റിയും. ഓക്കെ, ഒരു കാറ്റലിസ്റ്റ് മറ്റൊരു റിയാക്ഷനെ കാറ്റലിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു കാറ്റലിസ്റ്റ് ഒരു റിയാക്ഷനിൽ മാത്രമേ പറ്റൂ. അത് മറ്റൊരു റിയാക്ഷനിൽ ഫെയിൽ ആവും. എ സബ്സ്റ്റാൻസ് വിച്ച് ആക്ട്സ് ആസ് എ കാറ്റലിസ്റ്റ് ഇൻ വൺ റിയാക്ഷൻ, ഒരു റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, മേ ഫെയിൽ ടു കാറ്റലൈസ് അനദർ റിയാക്ഷൻ, മറ്റൊരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നതിൽ പരാജയപ്പെടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകും. വാട്ട് ആർ സിയോലൈറ്റ്സ്? റൈറ്റ് എ നോട്ട് ഓൺ സിയോലൈറ്റ്സ്. എന്താണ് സിയോലൈറ്റുകൾ? നോക്കാം. സിയോലൈറ്റ്സ് ആർ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ബിക്കോസ് of their honeycomb like structures. honeycomb, തേനീച്ചക്കൂട് പോലെയുള്ള സ്ട്രക്ചറാണ് സിയോലൈറ്റ്സിനുള്ളത്. തേനീച്ചക്കൂട് പോലെയുള്ള സ്ട്രക്ചർ. എന്താ തേനീച്ചക്കൂടിൻ്റെ പ്രത്യേകത? പല വലുപ്പത്തിലുള്ള ഹോളുകൾ അതിലുണ്ടായിരിക്കും, അല്ലേ? റാണിക്ക് താമസിക്കാനുള്ള ആ ഹോൾ കുറച്ച് വലുതായിരിക്കും, അല്ലേ? പടയാളികൾ, ഭടന്മാർ, സാമൂഹ്യ ജീവിതം നയിക്കുന്ന ജീവികളാണ് തേനീച്ചകൾ. ഓരോരുത്തർക്കും താമസിക്കാൻ ഓരോ വലുപ്പത്തിലുള്ള ഹോളുകളായിരിക്കും അതിൽ ഉണ്ടാവുക. അപ്പോൾ തേനീച്ചക്കൂടിൽ പല വലുപ്പത്തിലുള്ള തുളകൾ, ഹോളുകൾ ഉണ്ടായിരിക്കും. അതുപോലെയാണ് ഈ കാറ്റലിസ്റ്റും, സിയോലൈറ്റ്സ്. അപ്പോൾ എന്താ പ്രത്യേകത? പലതരത്തിലുള്ള റിയാക്ടൻസിനെ അബ്സോർബ് ചെയ്യാൻ ഇവർക്ക് കഴിയും. പല വലുപ്പത്തിലുള്ള റിയാക്ടൻസിനെ അബ്സോർബ് ചെയ്യാൻ കഴിയും. പലതരത്തിലുള്ള റിയാക്ടൻസിനെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളും കിട്ടും. അതുകൊണ്ടാണ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിയോലൈറ്റ്സ് ആർ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ബിക്കോസ് ഓഫ് ദെയർ honeycomb like structures. ഇതാണ് പ്രത്യേകത. ദ കാറ്റലിറ്റിക് റിയാക്ഷൻ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പോർ സ്ട്രക്ചർ, അല്ലെ? സുഷിരങ്ങളുള്ള സ്ട്രക്ചറാണ് പോർ സ്ട്രക്ചർ. സുഷിരങ്ങളുള്ള സ്ട്രക്ചർ ഓഫ് ദി കാറ്റലിസ്റ്റ് ആൻഡ് ദ സൈസ് ഓഫ് ദ റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ്
ഈസ് കോൾഡ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റാലിസിസ്. അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ പോർ സ്ട്രക്ചറിനെയും റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും സൈസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന കാറ്റലിറ്റിക് റിയാക്ഷനാണ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റാലിസിസ്. എന്താണ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റാലിസിസ്? കാറ്റലിസ്റ്റിൻ്റെ പോർ സ്ട്രക്ചർ, റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും സൈസ്, ഇത്രയും കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന റിയാക്ഷൻ, കാറ്റലിറ്റിക് റിയാക്ഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റാലിസിസ്. ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റുകളെ വിളിക്കുന്ന പേരാണ് സിയോലൈറ്റ്. ഓക്കെ, അപ്പോൾ സിയോലൈറ്റ്സ് ആർ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് because of their honeycomb-like structures. The catalytic reaction that depends on the pore structure of the catalyst and the size of the reactant and product molecules is called shape selective catalysis. കുറച്ചുകൂടെ പ്രത്യേകതകൾ പറയാം. സിയോലൈറ്റ്സ് എന്താണ്? സിയോലൈറ്റ്സ് ആർ മൈക്രോപോറസ് അലുമിനോസിലിക്കേറ്റ്സ്. ചെറിയ സുഷിരങ്ങളുള്ള മൈക്രോപോറസ്. ദേ ആർ മൈക്രോപോറസ് അലുമിനോസിലിക്കേറ്റ്സ്. അലുമിനോസിലിക്കേറ്റുകളാണ്. താല്പര്യമുള്ളവർക്ക് വേണ്ടി കുറച്ചുകൂടെ കാര്യങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സിലിക്കേറ്റുകൾ നമുക്കറിയാം, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. 3 ഡയമെൻഷണൽ നെറ്റ്വർക്കാണ് അവർക്കുള്ളത്. SiO(Si) ബോണ്ടുകളാണ്, സിലിക്കൺ ഓക്സിജൻ സിലിക്കൺ ബോണ്ടുകളാണ് അതിലുള്ളത്. അതിലേക്ക് അല്പം അലുമിനിയം കൊടുക്കുകയാണ്. അലുമിനിയം കൊടുത്താൽ എന്ത് സംഭവിക്കും? അലുമിനിയം ഓക്സിജൻ സിലിക്കൺ ബോണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള അലുമിനോ സിലിക്കേറ്റുകളെയാണ് നമ്മൾ സിയോലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ഓഫ് സിലിക്കേറ്റ്സ് ഇൻ വിച്ച് സം സിലിക്കൺ ആറ്റംസ് ആർ റീപ്ലേസ്ഡ് ബൈ അലുമിനിയം ആറ്റംസ് ഗിവിംഗ് അലുമിനിയം ഓക്സിജൻ സിലിക്കൺ ഫ്രെയിംവർക്ക്. ഓക്കെ, നമ്മൾ ഈ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. സിയോലൈറ്റ്സ് ആർ മൈക്രോപോറസ് അലുമിനോ സിലിക്കേറ്റ്സ്. ഇവർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സിയോലൈറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കും. ക്രാക്കിംഗ് ഓഫ് ഹൈഡ്രോ കാർബൺസ്, വലിയ ഹൈഡ്രോ കാർബൺസിനെ പൊട്ടിക്കുക, ചെറുതാക്കുക, അതിനാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അതിനുപയോഗിക്കും. പിന്നെ ഐസോമറൈസേഷൻ ഉപയോഗിക്കും. ഇപ്പം നോർമൽ പെൻറ്റേനെ ഐസോ പെൻറ്റേനാക്കി മാറ്റാൻ സിയോലൈറ്റ് ഉപയോഗിക്കും. അപ്പോൾ ക്രാക്കിങ്ങിന് ഉപയോഗിക്കും, ഐസോമറൈസേഷൻ ഉപയോഗിക്കും. അപ്പോൾ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ സിയോലൈറ്റ് ഉപയോഗിക്കും. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ക്രാക്കിങ്ങിന് വേണ്ടിയിട്ടും ഐസോമറൈസേഷന് വേണ്ടിയിട്ടും. മറ്റൊന്ന് ഒരു പ്രത്യേക സിയോലൈറ്റാണ് ZSM5. ഇതിൻ്റെ മുഴുവൻ പേര് സിയോലൈറ്റ് സി ഓഫ് മോളിക്കുലാർ പോറോസിറ്റി 5. ഈ സുഷിരങ്ങളുടെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് ഈ നമ്പർ കൊടുക്കുന്നത്. 5 എന്നും 4 എന്നൊക്കെ കൊടുക്കുന്നത്. നിങ്ങൾ ZSM5 എന്ന് പഠിച്ചാൽ മതി. ZSM5. ഈ സിയോലൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ആൽക്കഹോളിനെ പെട്രോളാക്കി മാറ്റാൻ, അതായത് ഗ്യാസോലിൻ, പെട്രോൾ. അപ്പോൾ ആൽക്കഹോളിൽ നിന്നും നേരിട്ട് പെട്രോൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന സിയോലൈറ്റ് ഏത്? ZSM5. അപ്പോൾ കാറ്റാലിസിസ് എന്നുള്ളതിൻ്റെ ഒരു സെക്ഷനാണ് നമ്മൾ കണ്ടത്. എന്താണ് കാറ്റാലിസിസ് എന്ന് കണ്ടു, കാറ്റലിറ്റിക് പ്രൊമോട്ടറെ കണ്ടു, പോയിസൺ എന്നത് കണ്ടു, ഹെട്രോജീനിയസ് കാറ്റാലിസിസും ഹോമോജീനിയസ് കാറ്റാലിസിസും പരിചയപ്പെട്ടു. പിന്നെ സോളിഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രത്യേകത ആക്ടിവിറ്റി, സെലക്ടിവിറ്റി നമ്മളത് നോക്കി. പിന്നെ സിയോലൈറ്റ് എന്താണെന്ന് പരിശോധിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോട്ട് നന്നായിട്ട് എഴുതിയെടുക്കണം. ഓക്കെ, ബൈ.